നിങ്ങൾക്ക് എത്ര പേർക്കറിയാം പരിണാമ സിദ്ധാന്തത്തിൻ്റെ ഒരു മെറ്റഫറാണ് ഈ മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെന്ന്? ജലത്തിൽ നിന്ന് ജീവൻ ഉത്ഭവിച്ചു എന്നുള്ളതിൻ്റെ മെറ്റഫറാണ് മത്സ്യാവതാരം. അത് കഴിഞ്ഞ് വരുന്നതാണ് കൂർമ്മം അഥവാ ആമ, ആംഫീബിയൻ. അത് കഴിഞ്ഞിട്ട് വരാഹം. വരാഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്ടുപന്നി. നമ്മളെ ലാൻഡിൽ ജീവിക്കുന്ന ജീവികളിൽ ഏറ്റവും ഇവോൾവ് ആയതും ഏറ്റവും ഗ്രൗണ്ടഡ് ആയിട്ടും ജീവിക്കുന്ന ഒരു ജീവിയാണ് പന്നി. നരസിംഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെയും മൃഗത്തിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതായത് മനുഷ്യ രൂപത്തിലുള്ളതും സിംഹത്തിൻ്റെ തലയുള്ളതും. വാമനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ്റെ ചെറിയൊരു രൂപം, ചെറിയൊരു മനുഷ്യൻ. മൃഗത്തിൽ നിന്ന് മനുഷ്യൻ എന്ന് പറഞ്ഞിട്ടുള്ള മനുഷ്യൻ്റെ കംപ്ലീറ്റ്നെസ് ആയിട്ടുള്ള ഒരു പൂർണ്ണ രൂപം. പരശുരാമൻ എന്ന് പറഞ്ഞാൽ ഫെറോഷ്യസ് ആയിട്ടുള്ള, ഭയങ്കര സ്റ്റബോൺ ആയിട്ടുള്ള സ്വഭാവമുള്ള, ദൃഢതയുള്ള ഒരു മഹർഷിയും രാജാവും കൂടെ കൂടിയിട്ടുള്ള ഒരു മനുഷ്യൻ. അതായത് അദ്ദേഹത്തിന് ദേഷ്യം വന്നപ്പോൾ 11 തവണ ഭൂമി മുഴുവൻ വലം വെച്ച് ക്ഷത്രിയന്മാരെ എല്ലാവരും കൊന്നൊടുക്കി എന്നാണ് പറയുന്നത്. ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മത്തിന് വേണ്ടിയിട്ട് നിലകൊണ്ടിട്ടുള്ള വളരെ ഐഡിയൽ ആയിട്ടുള്ള ഒരു രാജാവ്. ശ്രീകൃഷ്ണൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഐഡിയൽ ആയിട്ടുള്ള മനുഷ്യനിൽ നിന്ന് എല്ലാ കാര്യങ്ങളെയും വളരെ സട്ടിലായി, വളരെ ലളിതമായി, വളരെ സന്തോഷത്തോടെ നോക്കിക്കാണുന്ന മനുഷ്യൻ്റെ ഏറ്റവും ഉയർന്ന ഒരവസ്ഥ. നമ്മുടെ മഹാഭാരത യുദ്ധവും കാര്യങ്ങളൊക്കെ അവസാനിച്ച് യുദ്ധത്തിൽ നിന്നൊന്നും നേടിയെടുക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഒരു മനുഷ്യൻ്റെ ഇവോൾവ് ആയിട്ടുള്ള ഒരു രൂപമാണ് ശ്രീബുദ്ധൻ. കൽക്കി ഒരു പക്ഷേ ഈ ബുദ്ധനേക്കാളിലും കൂടുതൽ ഇവോൾവ് ആയിട്ടുള്ള മനുഷ്യൻ്റെ വളരെ ഉയർന്ന ഉദാത്തമായിട്ടുള്ളൊരു തലമായിരിക്കണം കൽക്കി. ഈ പഴയ കാര്യങ്ങളിലൊക്കെ എന്താണ് കാര്യം എന്നാരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അവതരിപ്പിക്കാവുന്ന സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആർഗ്യുമെൻറ്റിൽ ഒന്നായിരിക്കും എനിക്ക് തോന്നുന്നു ഈ വിഷ്ണു ഭഗവാന്റെ 10 അവതാരങ്ങളും പരിണാമ സിദ്ധാന്തവും.